ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞാനൊരു ഹോൾ വീഡിയോ ചെയ്തായിരുന്നല്ലോ, അതിൻ്റെ ബാക്കിയാണ്, പാർട്ട് 2 ആണ് ഇത്. കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റില്ല, ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ആ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്താം, അതും കൂടെ കണ്ടു നോക്കുക. ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് കാണാം. ഞാൻ വാങ്ങിയ കിച്ചണിലേക്കുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടെയാണ് ഇത്. തടി കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത് 2 എണ്ണമായിട്ടാണ് കിട്ടുന്നത്. ഒരുപാട് പ്രൈസ് ഒന്നുമില്ല. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ലിങ്ക് എല്ലാം, ഞാൻ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓഫർ ഉള്ളപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി പോലുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, കിച്ചണിലേക്ക് ചെറിയ ചെറിയ സ്പൂണൊക്കെ ഉണ്ടല്ലോ, അത് വലിയതിൻ്റെ കൂടെ നിന്ന് എല്ലാം കൂടെ അങ്ങ് മിങ്കിളായിട്ട് ഭയങ്കര പാടാണ് ഉപയോഗിക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ അകത്താണ് ചെറിയ സ്പൂണ്, അങ്ങനെ ഇട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കത്തികളൊക്കെ ഉണ്ടല്ലോ, 1-2 ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഒരെണ്ണം ഉപയോഗിക്കുന്നത് ഇവിടെ സ്റ്റഡി റൂമിൽ നമ്മുടെ പെൻസിലും പേനയും സ്കെയിലൊക്കെ വെക്കാമല്ലോ, ആ രീതിയിൽ ഉപയോഗിക്കാം. വാഷ് ബേസിൻ്റെ അടുത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് പോലുള്ള കാര്യങ്ങൾ ഇടാൻ പറ്റും. ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ ബ്രഷും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സ്റ്റാൻഡിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. തടിയിടായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പൊട്ടത്തൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഐറ്റം. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അടുത്ത ഐറ്റം ഇതുപോലെ തടിയുടെ തന്നെ ഉള്ളൊരു ഐറ്റമാണ്. ഇതുപോലെ ഒരു ട്രേ ആണ് അടുത്ത ഐറ്റം. ഇത് ഞാനിപ്പം ഉപയോഗിക്കുന്നത് ഓയിലിൻ്റെ ബോട്ടിൽസ് വരുന്ന 2 ടൈപ്പ് ഉണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ ഒരു ഓയിൽ മാത്രം, കോക്കനട്ടും നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് 1-2 ബോട്ടിലാണല്ലോ. അപ്പം അതൊക്കെ വെക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. പ്രൈസൊക്കെ ഒരുപാട് ഒന്നുമില്ല. ലിങ്ക് ഞാൻ കൊടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഓഫർ ഉള്ളപ്പോഴാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത്. ഒരുപാട് പഴയ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഡൈനിങ് ടേബിൾ ആണെങ്കിലും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു ട്രേ ആണ്. എന്നാൽ നല്ല ഒരു ആ പ്രൈസിന് നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. ഞാൻ ഇത് ഓൾറെഡി സെറ്റ് ചെയ്തത് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഇതാണ് ഐറ്റം. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഹാങ് ചെയ്ത് നമ്മൾ നമ്മുടെ ഷെൽഫിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ എനിക്കിവിടെ ഈ ഒരു ഐറ്റം കപ്പൊക്കെ വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ആ ഒരു ഷെൽഫിലോട്ട് സെറ്റ് ചെയ്താണ് വെക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കപ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ ഇത് വെയിറ്റ് വരും തോറും ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ താന്നു പോകും. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ്. പിന്നെ ഞാനോർത്ത് എനിക്ക് സ്പൂണും ഇങ്ങനെ സ്പാച്ചില, ഈ വലിയ വലിയ തവികളൊക്കെ ഉണ്ടല്ലോ, അത് ഇടാനായിട്ടൊരു സ്പേസ് ഇല്ലായിരുന്നു. ആണിയൊന്നും അടിക്കാനുള്ള സെറ്റൊന്നും ഇല്ല ഇവിടുത്തെ കിച്ചണിൽ. അപ്പം ഞാൻ ഓർത്തു ഇത് എൻ്റെ വാഷ് ബേസിൻ്റെ നേരെയായിട്ട് ഷെൽഫുണ്ട്, അപ്പം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത് വെക്കാലോ എന്ന് കരുതിയത് കൊണ്ട് ഞാനിത് റിട്ടേൺ ചെയ്തില്ല. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ വലിയ വലിയ തവികളും കാര്യങ്ങളും ഒക്കെ ഇടാൻ. ഇത് വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ ഇത് വാങ്ങിക്കാനായിട്ട്. ഇത് ഒന്നുകൂടെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. മീഷോ അക്കൗണ്ടൊക്കെ ഇനി എൻ്റെ റെഡിയായി എടുക്കണം. എന്നിട്ട് വേണം എനിക്ക് ഒന്നും കൂടെ വാങ്ങിക്കാനായിട്ട്. ഭയങ്കര ഒരു പ്രൈസ് തീരെ കുറവാണ് ഇത് വാങ്ങിക്കാനായിട്ട്. കപ്പൊക്കെ ഇടുന്നതിന് പകരം ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലൊരു ഐറ്റമാണ് ഈ പ്രോഡക്റ്റ്. ഇനി എൻ്റെ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഒരു കുട്ടി പാനാണ്. എല്ലാവർക്കും മിക്കവർക്കും വീട്ടിൽ കാണും. ഇത് മിക്കവർക്കും അറിയാമായിരിക്കും. ഇത് അയണിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അയണാണ്, നല്ല ഹെവി ആയിട്ട് നല്ല കട്ടി തന്നെയാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാം. ഇതിൻ്റെ ഒരു മറ്റേ പാൻ നോൺ സ്റ്റിക്കിൻ്റെ ടൈപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ചീത്തയായി പോവുകയും അത് ഞാനിങ്ങനെ കുഴമ്പൊക്കെ ചൂടാക്കാനായിട്ട് അമ്മ എടുക്കുകയും ചെയ്യുന്നതാണ്.
നമ്മുടെ കടുകൊക്കെ താളിക്കാനൊക്കെ പറ്റുന്ന കുറച്ചൊക്കെ എണ്ണ ഓയിലൊക്കെ ചൂടാക്കുക, ബട്ടർ ചൂടാക്കുക, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈപ്പാണിത്. ഇത് അയണിലാണ്, നല്ല ക്വാളിറ്റിയിലുള്ളൊരു സംഭവമാണ്. ഒരുപാട് നാളായിട്ട് വാങ്ങിയത്. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ സംഭവം ഗ്യാസിൽ വെക്കുമ്പോൾ ഇങ്ങനെ പോയി ഭയങ്കര ഡേഞ്ചറാണ്. എണ്ണ ഇങ്ങനെ മറിഞ്ഞ് വീഴുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം കട്ടി നല്ലൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവത്തില്ല. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ അയൺ നോക്കി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടും ഈ ഓൺലൈൻ ഷോപ്പിൽ. ഇതും ഒരു നല്ലൊരു ഐറ്റമാണ്. അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടാലോ. അടുത്ത പ്രോഡക്റ്റും ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെക്കുമല്ലോ, അങ്ങനെ ലിസ്റ്റിൽ കുറേ നാളായിട്ട് കിടക്കുന്നതാണ്. അതെന്തായാലും ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റി. എന്താണ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതെന്താന്ന് പറയാതെ തന്നെ മനസ്സിലായി എല്ലാവർക്കും. ഉണ്ണിയപ്പവും പനിയാരും അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ അയണിലാണ് ഇത്. ഇരുമ്പിൻ്റെ ആണ് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി. ഇത് ഇവിടെ ഇല്ലായിരുന്നു ഈ ഒരു ഐറ്റം, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഐറ്റമാണ്. അപ്പോൾ അവിടെ ഒരാൾക്ക് ഉണ്ടാക്കുമായിരുന്നു. അത് പിന്നെ നശിച്ചു പോയി. പിന്നെ ഇത് സംഭവം വീട്ടിൽ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടത്തേക്ക് വാങ്ങിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ നോക്കി വാങ്ങിച്ചൊരു ഐറ്റമാണ്. നല്ല ഹെവിയാണ്, നല്ല വെയിറ്റാണ്, പിന്നെ നല്ല ഐറ്റമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു 9 എണ്ണം, നമുക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി ഒരു 9 എണ്ണം ഇതിൻ്റെ അകത്ത് ഒഴിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇത് നല്ല ക്യൂട്ടായതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു ഐറ്റമാണിത്. അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. കണ്ടോ, എന്താണ് ഐറ്റം എന്ന് മനസ്സിലായ? ഇത് കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന തന്നെ നമ്മുടെ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, പ്ലേറ്റ്, നമ്മുടെ മൂടികളും, നമ്മുടെ കട്ടിംഗ് ബോർഡ്, ചോപ്പിംഗ് ബോർഡ്, പിന്നെ നമ്മുടെ ട്രേകളെല്ലാം വെക്കാൻ പറ്റിയ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു 6 7 ഒക്കെ മൂടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ തന്നെ ഒരു 3 എണ്ണമൊക്കെ ഇരിക്കും. ഇത് ഞാൻ 2 എണ്ണം വാങ്ങി, ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണമാണിത്, 2 എണ്ണം ഉണ്ട്. നല്ല യൂസ് ആയിട്ടുള്ള ഐറ്റമാണ്. ഒതുങ്ങിയിരുന്നോളും. പ്ലേറ്റും മൂടികളും എല്ലാം വെക്കുന്ന ടൈപ്പാണ്. ഇപ്പം കുറച്ച് കൂടുതൽ സാധനങ്ങളും ഉണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പം ഞാൻ പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. എന്ന് വെച്ച് വീഡിയോ 2 വീഡിയോയും കാണാൻ മറക്കരുത്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടാം. വീഡിയോ കാണാൻ മറക്കരുത്. 2 വീഡിയോ മറക്കാതെ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും മീഷോ, ആമസോൺ അവിടെ നിന്ന് ഞാൻ റേറ്റൊക്കെ കമ്പയർ ചെയ്തൊക്കെയാണ് ഇതെല്ലാം ഐറ്റംസ് വാങ്ങിയത്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്തതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അല്ലാത്ത സംഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഇനി അടുത്ത ഐറ്റം ഇതാണ്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് കരുതിയതാണ്. ഇതിൻ്റെ ഒരു സ്ക്രബും കൂടി ഉണ്ട്, ഒരു സ്പഞ്ച് പോലത്തെ. അത് ഇവിടെ വെക്കും. ഇത് നിങ്ങളെ കാണിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ട് ഇത് വാങ്ങിക്കണമെന്ന് കരുതി. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം, എനിക്ക് ഭയങ്കര വേണ്ട ഒരു ഐറ്റമാണ് എൻ്റെ കിച്ചണിലേക്ക്. നമ്മൾ ഇവിടെ പ്രില്ലൊഴിച്ചിട്ട് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ സ്ക്രബ്ബറും ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. ഇത് എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പ്ലാസ്റ്റിക്, സ്റ്റീൽ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെയാണ് ഞാനിത് വെക്കാറ്. വെച്ചിട്ട് എപ്പോഴും കൈ തട്ടി താഴെ വീഴും. അങ്ങനെ എനിക്ക് കുറേ സാധാരണ അതിൻ്റെ പ്രില്ലിൻ്റെ പരസ്യത്തിൽ ഒരു സ്പൂൺ മതി നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാന്നൊക്കെ ഉള്ള ഒരു രീതിയിലല്ലേ. പക്ഷെ എനിക്ക് ഒരു കുപ്പി നല്ലോണം വേണം. കാരണം ഈ ഒഴിച്ചു വെക്കുമ്പോൾ എപ്പോഴും എനിക്ക് കൈ തട്ടി താഴെ വീണ് പോവാറാണ്. അപ്പോൾ ഇത് എനിക്ക് അതുകൊണ്ട് ഭയങ്കര യൂസ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീട്ടമ്മമാർക്ക് കാണും ഇത്.
അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ്. ഞാൻ ഇത് ലുലുവിൽ നോക്കിയപ്പം ഒരുപാട് റേറ്റ് കൂടുതലായിട്ട് തോന്നി. ഓൺലൈനിൽ നല്ല റേറ്റ് കുറവുണ്ട്. ക്വാളിറ്റി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതൊരു 120 ഒക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് മീഷോയിലും ആമസോണിലൊക്കെ. അപ്പം ആ പ്രൈസിന് ഇത് ഭയങ്കര ക്വാളിറ്റിയിലാണ് ഈ സംഭവം വന്നേക്കുന്നത്. അപ്പം എല്ലാവരും ഇത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സേവ് ചെയ്യണ്ടേ, ഫ്രിഡ്ജിലൊക്കെ നല്ലോണം തട്ടി താഴെ വീഴാതെ സേവ് ചെയ്യാം.